സന്തോഷമേ തിരുട്ടിന്നലക്കാളെ പ്രിയ രക്ഷകൻ നീതിയും സൂര്യന വേദത്തിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യന വേദത്തിൽ വെളിപ്പെടുമേ. പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേർഡ്സ് ആർമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാപ്രവചനം 37 അധ്യായം 6 വാക്യം. അശ്ശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം ഭയപ്പെടേണ്ട. യെശയ്യാപ്രവാചകന്റെ ജീവിതത്തില് അശ്ശൂർ രാജാവിൽ നിന്നും കേട്ട, തൻ്റെ ആളുകളിൽ നിന്ന് കേട്ട ചില വാക്കുകൾ നിമിത്തം ഭാരമായി തീർന്നെങ്കിലും ദൈവത്തിലുള്ള ആശ്രയത്തിൽ താൻ പറയുകയാണ്, അശ്ശൂർ രാജാവിൻ്റെ ഭൃത്യന്മാരുടെ നിന്നയെ നാം കാര്യമാക്കേണ്ട, അത് കേട്ട് നാം ഭയപ്പെടേണ്ട, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നേറാം. ദൈവം പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ സംഭവിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് നമ്മൾ സങ്കീർത്തനങ്ങളെ വായിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെയുള്ള വാക്കുകളുടെ മുമ്പിൽ പതറിപ്പോകുന്നവരാണ് ഒട്ടുമുക്കാൽ ദൈവമക്കളും. നാം ദൈവമക്കളാണ്, ദൈവാത്മാവിനാൽ ഭരിക്കപ്പെടുന്നവരാണ്, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ്. എങ്കിൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെതിരായി, നമ്മുടെ ജീവിതത്തിനെതിരായി, നമ്മുടെ സാഹചര്യങ്ങൾക്കെതിരായി വരുന്ന വാക്കുകൾക്ക് മുമ്പിൽ നാം പലപ്പോഴും പതറിപ്പോകാറുണ്ട്. നാം അതിനെ ക്രിയാത്മകമായി പ്രതികരിക്കാതിരിക്കുന്നതുമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വാക്കുകൾക്ക് മുമ്പിൽ പതറിപ്പോകേണ്ട ആവശ്യമില്ല. പൂർണ്ണമായി കർത്താവിൽ വിശ്വസിച്ചാൽ മതി. എന്നാൽ അനേകര് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ പതറിപ്പോയ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. രാജാക്കന്മാർ പുസ്തകത്തിൽ ഏലിയാവിനെ പറ്റി കാണുവാൻ സാധിക്കും. ഏലിയാവ് ശക്തനായ കർത്താവിൻ്റെ ഒരു അഭിഷിക്തനായിരുന്നു. താൻ അനേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അഹാബ് രാജാവിൻ്റെയും ഇസബേലിൻ്റെയൊക്കെ വാക്കുകൾക്ക് മുമ്പിൽ താൻ ഭയപ്പെട്ട് ഓടിപ്പോകുന്നതായിട്ടും, മതി കർത്താവേ മതി, എൻ്റെ ജീവനെ അങ്ങ് എടുത്തുകൊള്ളണം എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഒരു ബാലികയുടെ മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ട്, 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പിന്നത്തേതിൽ പത്രോസ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടതിന് ശേഷം തൻ്റെ ഒരു ഒറ്റ പ്രസംഗത്തിൽ തന്നെ 3000 പേർ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. 1 പത്രോസ് 3:16 പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കും. ക്രിസ്തുവിൽ നല്ല നടപ്പ് ഉള്ള വ്യക്തികളെ പോലും മറ്റുള്ളവർ പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യും. എന്നാൽ അതൊന്നും നാം നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തു ജീവിതത്തിൽ കാര്യമാക്കേണ്ട, സാരമാക്കേണ്ട. നാം ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക പ്രവൃത്തികളുമായി മുമ്പോട്ട് പോവുക. ദൈവം നമ്മൾ ലജ്ജിക്കാത്ത ഒരു നല്ല മനസ്സാക്ഷിക്ക് ഉടമയായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ലജ്ജിക്കാതെ ദൈവം നമ്മെ നടത്തുവാൻ ദൈവം സർവശക്തനാണ്. പൗലോസിൻ്റെ ജീവിതത്തിലും അനേക പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 26 അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ഒരു രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ പ്രസ്താവിക്കുന്ന സാക്ഷി നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അല്ലയോ അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടിയ ആ സ്വർഗീയ ദർശനത്തെ പറ്റി, യേശുവിനെ പറ്റി, കർത്താവിൻ്റെ സുവിശേഷത്തെ പറ്റി, മാനസാന്തരത്തെ പറ്റി ഒക്കെ അവിടെ പ്രസ്താവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. വാക്കാലം നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുമ്പിൽ നാം പതറിപ്പോകാതെ ധൈര്യമായി ക്രിസ്തുവിന് വേണ്ടി സേവ ചെയ്യുവാൻ, ഒരു നല്ല ആത്മീയ ജീവിതം പടുത്തുയർത്തുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അത് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവജനത്തിൽ ആശ്രയിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം മാനിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരായിട്ടുള്ള വാക്കുകൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ ക്രിസ്തുവിലുള്ള ആശ്രയത്തിലും വിശ്വാസത്തിലും ആമേ സ്തോത്രം കർത്താവേ, നല്ലൊരു ജീവിതം നയിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ ജനത്തെ അനുഗ്രഹിച്ചാട്ട്, സഹായിച്ചാട്ട്, കൃപകളിൽ മറച്ചാട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.